ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കുടുംബം രക്ഷപ്പെടാൻ നമ്മൾ സ്ത്രീകൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ഇത് തുടർച്ചയായിട്ട് ഒരു 21 ദിവസമൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ മാറ്റം കണ്ടുവരികയുള്ളൂ. കാരണം ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു 11 ദിവസമോ ഒക്കെ ചെയ്തിട്ട് ഇതിന് റിസൾട്ട് കിട്ടിയില്ല എന്നും പറഞ്ഞ് നമ്മൾ നിർത്തരുത്. ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു അബദ്ധം ആണത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ തുടർച്ചയായിട്ടൊരു 21 ദിവസം ചെയ്യണം. ആ 21 ദിവസമാകുമ്പോഴേക്കും 100-ൽ ഒരു 20% വ്യത്യാസം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. കാരണം നമ്മളിലുള്ള കർമ്മഫലം എത്രത്തോളം കൂടുതലാണോ അത് പൂർണ്ണമായിട്ടും മാറിയെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം, വീട് രക്ഷപ്പെടണം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കടമൊക്കെ മാറി നല്ല ഒരു ജോലി, അതിനൊത്ത വരുമാനം, കുറച്ച് പൈസ സമ്പാദിക്കാൻ സാധിക്കുക, നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ, അതായത് അന്നത്തിനും ധനത്തിനും വസ്ത്രത്തിനും സന്തോഷത്തിനും മനസ്സമാധാനത്തിനുമൊക്കെ നമുക്ക് ഒരു കുറവില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു വീടാകുമ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ തമ്മിൽ കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ ഉണ്ടാകും. അതൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടുന്ന കാര്യമില്ല. അതുപോലെ മാസത്തിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം പനി വരികയോ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ ചിലപ്പോൾ വന്നെന്നിരിക്കും. അതും നമ്മൾ വലിയ ടെൻഷനോടുകൂടി കാണേണ്ടുന്ന കാര്യമേ അല്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം ഭയങ്കര പ്രശ്നത്തിലാണെങ്കിലാണ് നമ്മൾ കർമ്മദോഷം നമുക്ക് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആദ്യം തന്നെ വെളുപ്പിനെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഇപ്പം 3:30 മുതലാണ് നമ്മുടെ ഒരു ബ്രഹ്മമുഹൂർത്ത സമയം എങ്കിൽ പോലും ഒരു 5 മണിയാകുമ്പോഴെങ്കിലും നിങ്ങൾ എഴുന്നേറ്റാൽ മതി. ഒരുപാട് പേര് 3:30-ക്കും 4 മണിക്കും 4:30-ക്കും ഒക്കെ എഴുന്നേൽക്കുന്നവരുണ്ട്. ആ സമയത്ത് എഴുന്നേൽക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും മാക്സിമം ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ തുടർച്ചയായി നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്കതൊരു റൊട്ടീനായിട്ട് മാറും. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലൊരു ദൃഢനിശ്ചയം, സങ്കല്പമെടുക്കണം. എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷിച്ചെടുക്കണം. നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ രാവിലെ ജോലിക്ക് പോകുന്നവരാണ്, അവർ കഷ്ടപ്പെടുന്നവരാണ്. ഭാര്യമാരായി നമ്മളും ജോലിക്ക് പോകുന്നവരുണ്ടാവും. എന്നാൽ പോലും ഒരു വീടിൻ്റെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ആ വീടിനെ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവളും സ്ത്രീയാണ്. ചിലപ്പം നിങ്ങളുടെ വീട്ടിൽ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാവും. അവരാരുമായിട്ട് നിങ്ങൾ ചിലപ്പം അത്ര സ്നേഹത്തിലായിരിക്കില്ല, അമ്മായിമ്മയുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളതൊന്നും കണക്കിലെടുക്കരുത്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോവുക, ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ജീവിതത്തെ രക്ഷപ്പെടുത്താൻ പോകുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ചിലപ്പോൾ മന്ത്രവാദമാണ്, കൂടോത്രമാണ്, അല്ലെങ്കിൽ ഇവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയാം. അതൊന്നും കേട്ട് തിരിച്ചു പറയാനോ അല്ലെങ്കിൽ അവരത് പറയുന്നു ഞാൻ അതുകൊണ്ട് ഇത് നിർത്തുന്നു എന്നൊന്നുമല്ല. നമ്മൾ ഒരു ദൃഢനിശ്ചയം എടുക്കണം. ആ ഒരു ദൃഢനിശ്ചയം നിങ്ങളെടുത്ത് നിങ്ങൾ എത്ര ലേറ്റായിട്ട് കിടന്നാലും 5 മണിയാകുമ്പം എഴുന്നേൽക്കാനായിട്ട് ശ്രമിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം. അല്ലാണ്ട് ഞാൻ നാളെ മുതൽ കത്തിക്കാൻ പോകുന്നു, നാളെ കത്തിച്ച് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ നിർത്തുക എന്നുള്ളതല്ല. നമ്മൾ ദൃഢനിശ്ചയം എടുക്കണം. അങ്ങനെ നിങ്ങൾ തുടങ്ങുക. ഏതൊരു ദിവസവും നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നല്ല സമയങ്ങൾ നമുക്ക് നോക്കാം. അതിനായി തലേ ദിവസം തന്നെ നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന ഭാഗമൊക്കെ നിങ്ങൾക്ക് വൃത്തിയാക്കി വെക്കാവുന്നതാണ്. വിളക്കൊക്കെ തേച്ച് അതിന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കുന്നവരാണെങ്കിൽ അതൊക്കെ വെച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി എഴുന്നേറ്റ് നിങ്ങൾക്ക് ഫ്രഷായി വിളക്ക് കത്തിക്കാൻ താല്പര്യമില്ലാത്തവർ ബ്രഹ്മമുഹൂർത്ത വിളക്ക് മാത്രം കൊളുത്തിയാലും മതിയാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് മാത്രം കൊളുത്തുന്നവരാണെങ്കിലും അതിനുള്ള പ്ലേറ്റ് എടുത്ത് വെച്ച് 5 മൺവിളക്ക് എടുത്ത് വെച്ച് എല്ലാം തലേ ദിവസം തന്നെ സെറ്റാക്കി വെക്കണം. എഴുന്നേറ്റ് വന്ന് കുളിക്കുന്നവരാണെങ്കിൽ കുളിച്ച് നിങ്ങൾ
മുഖമൊക്കെ ഒന്ന് പൗഡറൊക്കെ ഇടുന്നവരാണെങ്കിൽ അതൊക്കെ ഇട്ട് നെറ്റിയിലൊരു പൊട്ടൊക്കെ തൊട്ട് സിന്ദൂരമൊക്കെ തൊട്ട് നമ്മൾ ഫ്രഷ് ആകുക, നമുക്ക് തന്നെ ഒരു ഉണർവുണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അതായത് നമ്മളിലോട്ട് ശുക്രൻ്റെ ആക്ടിവേഷൻ ഉണ്ടാകണമെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ വീട്ടിലോട്ട് ധനവും കാറും വീടും സ്വർണവും പണവും ഒക്കെ വരണമെങ്കിലും നമ്മുടെ ജാതകത്തിലെ 4-ാം ഭാവം ആക്റ്റീവായിരിക്കണം. ഒരു സ്ത്രീയുടെ ജാതകത്തിലെ 4-ാം ഭാവം ആക്റ്റീവ് അല്ലെങ്കിൽ അവൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒരുങ്ങാൻ ഒട്ടും തന്നെ താല്പര്യമുള്ള സ്ത്രീ ആയിരിക്കില്ല. പൊട്ടു തൊടാനോ വളയിടാനോ നല്ല ഡ്രസ്സ് ധരിക്കാനോ എന്തിന് നല്ല സ്പ്രേ അടിക്കാൻ പോലും താല്പര്യമുള്ള ഒരു സ്ത്രീ ആയിരിക്കില്ല അവൾ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ലക്ഷ്മി പൂജ ചെയ്യുമ്പം ഒരുങ്ങി ചെയ്യണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം 4-ാം ഭാവം ശുക്രഭഗവാനെ നമ്മൾ നമ്മുടെ ജാതകത്തിൽ ആക്റ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം. ലക്ഷ്മി പൂജ നമ്മൾ ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ്? ശുക്രനെ ആക്റ്റീവാക്കാൻ. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ 4-ാം ഭാവം ആക്റ്റീവ് ആകുകയുള്ളൂ. ചിലർ പറയാറുണ്ട് ലക്ഷ്മി പൂജ ചെയ്തിട്ട് പോലും ഫലം കിട്ടില്ല എന്നുള്ളത്. അത് അങ്ങനെയുള്ള സ്ത്രീകളായതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ നെറ്റിയിൽ എപ്പോഴും ഒരു പൊട്ട് വേണം, കയ്യിൽ വളകൾ വേണം, അതേപോലെ നല്ല ഡ്രസ്സ് ധരിക്കണം, പ്ലസൻ്റ് ആയിട്ടിരിക്കണം നമ്മൾ. അതാണ് വേണ്ടത്. ചുമ്മാ രാവിലെ എഴുന്നേറ്റ് വാരി വലിച്ച് മുടിയൊക്കെ കെട്ടി എങ്ങും ചേരാത്തൊരു ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ എന്ത് ചെയ്താലും നമുക്കതിന് ഫലം കിട്ടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും മുടി ചീകി കെട്ടാനും നെറ്റിയിൽ ഒരു പൊട്ട് വെക്കാനും, കണ്ണെഴുതുന്നവരാണെങ്കിൽ കൺമഷി കൊണ്ടൊരു കണ്ണൊക്കെ എഴുതി, കയ്യിൽ വളകൾ, ഇപ്പോൾ സ്വർണ്ണ വളകൾ തന്നെ ഇടണം എന്നൊന്നുമില്ല, നമുക്കൊരുപാട് ഫാൻസി വളകൾ കിട്ടും. അത് ഒരുപാട് വാരി വലിച്ചു വിടണ്ട, 2 കയ്യിലും 2 എണ്ണം വെച്ച് 4 എണ്ണം ഇട്ടാൽ മതിയാവും. കയ്യിൽ നെയിൽ പോളിഷൊക്കെ ഇട്ട് കാലിലും നെയിൽ പോളിഷൊക്കെ ഇട്ട് നമ്മളെപ്പോഴും പ്ലസൻ്റായിട്ട് നടക്കണം. നിങ്ങൾ കേരളത്തിന് പുറത്തുള്ള സ്ത്രീകളെ ശ്രദ്ധിച്ചാലറിയാം, എല്ലാവരും അങ്ങനെയായിരിക്കും. തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, എപ്പോഴും തലയിൽ മുല്ലപ്പൂവും കയ്യിൽ നിറച്ച് വളയും നെറ്റിയിൽ പൊട്ടുമില്ലാതെ ഒരു സ്ത്രീയെ പോലും കാണാൻ പറ്റില്ല. ഇവിടെ മഹാരാഷ്ട്രയിലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മളിൽ തന്നെ ശുക്രനെ ആക്റ്റീവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിലും അത് ലഭിക്കുകയുള്ളൂ. ഒരു സ്ത്രീ എങ്ങനെയാണോ വീട്ടിലിരിക്കുന്നത് അതനുസരിച്ചാണ് ആ വീട്ടിലെ ഐശ്വര്യം വന്നു ചേരുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവാനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ചിലർക്ക് ബ്രഹ്മമുഹൂർത്ത വിളക്ക് മാത്രം കൊളുത്താൻ താല്പര്യമായിരിക്കും. ഞങ്ങൾ കുളിക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കാലും കൈയും മുഖവും ഒക്കെ ഒന്ന് കഴുകി മുടിയൊക്കെ നന്നായിട്ട് ചീകി കെട്ടി നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി വേറെ നല്ലൊരു ഡ്രസ്സൊക്കെ ഇടുക. അതിന് ശേഷം എന്തെങ്കിലും ഒരു സാമ്പ്രാണി, അതിപ്പം ദശാംഗമാകാം അല്ലെങ്കിൽ കപ്പ് സാമ്പ്രാണി ആവാം, നോർമൽ സാമ്പ്രാണി എന്തുമായിക്കൊള്ളട്ടെ, അത് ഒന്ന് കത്തിച്ചു വെക്കുക. ആ ഒരു പുക നമ്മുടെ വീട് മുഴുവൻ വ്യാപിക്കുന്നത് തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി കൊണ്ടുതരും. അതിന് ശേഷം ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുക. പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്നവരാണെങ്കിലും ആദ്യം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതോ അത് മനസ്സോടുകൂടി പ്രാർത്ഥിച്ച് ശേഷം പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്നവർ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുക. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു മന്ത്രം തുടർച്ചയായിട്ട് ജപിക്കണം. ഇപ്പോൾ ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കാൻ തിരഞ്ഞെടുക്കണം. ഒന്നെങ്കിൽ ഷഷ്ഠികവചം, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ദേവീ മാഹാത്മ്യം, അതുമല്ലെങ്കിൽ ഓം നമ ശിവായ, ഓം നമോ നാരായണായ, ഓം ഗം ഗണപതയേ നമ, ഇതിലേതെങ്കിലും ഒരു മന്ത്രം, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ശ്രീമെന്നുള്ള മന്ത്രം, അങ്ങനെ എന്തെങ്കിലും ഒരു മന്ത്രവും കൂടിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ കുളിക്കാതെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫോണിൽ പതിയെ പ്ലേ ചെയ്ത് അത് കേട്ടുകൊണ്ടിരിക്കുക. ചൊല്ലാൻ സാധിക്കുന്നവരൊക്കെ വിളക്ക് കത്തിച്ച് ചൊല്ലുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്യാൻ നിങ്ങൾക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 15 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ തുടർച്ചയായിട്ട് നമ്മൾ ഇത് ചെയ്യണം. മറ്റു മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ചൊല്ലുന്നവരാണെങ്കിൽ അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ മന്ത്രം തിരഞ്ഞെടുത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് 48 ദിവസമോ 21 ദിവസമോ തുടർച്ചയായി നിങ്ങൾ ചൊല്ലുക. അതിനോടൊപ്പം തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർ ക്ഷേത്ര ദർശനം കൂടിയിട്ട് നടത്താനായിട്ട് ശ്രമിക്കണം. പിന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമുക്ക് വേണ്ട ആഗ്രഹം ഒരു പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ, നമ്മൾക്ക് പല രീതികളുണ്ട് എഴുതാൻ, 21 പ്രാവശ്യവും 48 പ്രാവശ്യവും ഒക്കെ എഴുതുന്ന പല പല രീതികൾ. അതൊന്നും നമ്മളിവിടെ നോക്കണ്ട. ഒരു പ്രാവശ്യം ഒരു ബുക്കിൽ നമുക്ക് വേണ്ട കാര്യം ഒറ്റ വാക്കിൽ എഴുതുക. അത് തുടർച്ചയായി 48 ദിവസം നമ്മൾ എഴുതണം. അപ്പം നിങ്ങൾ എത്ര ദിവസമാണോ ഞാൻ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് രാവിലെ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്രയും നാൾ എഴുതണം. അപ്പം ഓരോ ദിവസവും നമ്മൾ എഴുതുമ്പം ആദ്യം എഴുതിയത് മുഴുവൻ വായിക്കണം. ഇപ്പോൾ 11 ദിവസമായി നിങ്ങൾ എഴുതാൻ തുടങ്ങിയതെങ്കിൽ 11 പ്രാവശ്യം നമ്മൾ എഴുതിയിരിക്കും. ആ വാക്ക് 11 പ്രാവശ്യം നമ്മൾ വായിച്ചിട്ട് വേണം 12ാമത്തെ ദിവസം 12ാമത്തെ പ്രാവശ്യം എഴുതാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇപ്പം നമ്മളെല്ലാം കഴിഞ്ഞു വെളിയിൽ വരിക. ഇപ്പോൾ നിങ്ങളുടെ വീട് ആ ഒരു സമയത്ത് വീടിൻ്റെ ഫ്രണ്ട് ഡോറോ ബാക്ക് ഡോറോ, ഇനി ബാൽക്കണിയൊക്കെ ഉള്ളവർ അങ്ങനെ, ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, ആ സമയത്ത് ഇരുട്ടാണ് പേടിയാണ് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പുറം കാണുന്ന രീതിയിൽ ജനലുണ്ടാവുമല്ലോ, ജനൽ തുറന്ന് ആകാശത്തോട്ട് നോക്കിയിട്ട് മനസ്സിൽ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് മനസ്സിൽ പറയുക. ഇതൊരു റൊട്ടീനാക്കണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തുന്നു, പൂജാമുറിയിൽ കൊളുത്തുന്നവരാണെങ്കിൽ അതും കൊളുത്തുന്നു, എന്നും ചൊല്ലുന്ന മന്ത്രം ചൊല്ലുന്നു, എഴുതാനുള്ള ഒറ്റ വാക്കിൽ എല്ലാ ദിവസവും ഒരു തവണ എഴുതുന്നു, ശേഷം വെളിയിൽ വന്ന് പ്രപഞ്ചത്തിനോട് നമ്മുടെ നന്ദി പറയുന്നു. ഇതാണ് നമ്മൾ എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ പാലിക്കേണ്ടുന്ന റൊട്ടീൻ എന്ന് പറയുന്നത്. അതിനുശേഷം ആസ് യൂഷ്വലായിട്ടുള്ള നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ക്ഷേത്ര ദർശനം എല്ലാ ദിവസവും പോകാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും പോകാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസങ്ങൾ. ഇത് തുടർച്ചയായിട്ട് സമയവ്യത്യാസമില്ലാതെ നിങ്ങളൊരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഇതിനുള്ള മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിച്ചിരിക്കും. കാരണം ഒരുപാട് പേർക്ക് അവരുടെ ലൈഫിൽ മിറക്കിളായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ബ്രഹ്മമുഹൂർത്ത സമയത്തെ പ്രാർത്ഥനകൾ. ആ സമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. ആ സമയം നമ്മൾ എഴുന്നേറ്റിരുന്ന് ഒരു ദീപമെങ്കിലും കൊളുത്തി വെച്ച് നമ്മൾ മനസ്സിൽ പ്രപഞ്ചത്തിനോടുള്ള നന്ദി പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുമാത്രവുമല്ല, നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിനൊരു പോസിറ്റിവിറ്റി ഉണ്ടാകും. ഒരു വീട്ടിലെ സ്ത്രീ അവളുടെ മനസ്സും ശരീരവും എത്രമാത്രം പോസിറ്റിവിറ്റിയും ഊർജവും നിറഞ്ഞതാണോ അതാണ് ആ വീട്ടിൽ മറ്റുള്ളവരിലോട്ടും കൂടി എത്തിച്ചെല്ലുന്നത്. ഒരു സ്ത്രീ രാവിലെ എഴുന്നേൽക്കുന്നത് ചിരിച്ച മുഖത്തോടും നല്ല ഊർജ്ജസ്വലതയോടും കൂടിയിട്ടാണെങ്കിൽ അത് ആ വീട്ടിലുള്ള എല്ലാവരെയും ബാധിക്കും. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മൂഡ് ഓഫോട് കൂടിയിട്ടാണ്. ഭർത്താവിനോടും മക്കളോടും ഒക്കെ ദേഷ്യപ്പെട്ടാൽ തിരിച്ചും അവരുടെ ഉള്ളിൽ ആ കാലുഷ്യമുണ്ടാകും. പകരം നമ്മൾ അവരോട് നല്ല രീതിയിൽ പെരുമാറിയാൽ അവരും തിരിച്ചതേ നല്ല നിറഞ്ഞ മനസ്സോടുകൂടിയായിരിക്കും സ്കൂളിലോട്ടും ജോലി സ്ഥലത്തോട്ടും ഒക്കെ പോകുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഇതിങ്ങനെ ചെയ്തു വരുമ്പം നമ്മൾ പറയുന്ന കേൾക്കാനും നമ്മുടെ വാക്കുകൾ അവരെന്താണ് പറയുന്നതെന്ന് കേട്ട് അതിനൊരു തീരുമാനം എടുക്കാനുമുള്ള കഴിവ് അവർക്കുണ്ടാകുകയും ചെയ്യും. നമ്മുടെ വാക്കിന് അവരൊരു വില തരും. അപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ കർമ്മദോഷം കൂടുതലാണെങ്കിൽ പല രീതിയിൽ ഇതിന് തടസ്സം വരും. ഇപ്പം ഒരു 5 ദിവസം തുടർച്ചയായിട്ട് ചെയ്തിട്ട് 6ാമത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടാകും. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തി ഞാൻ ഈ സമയത്ത് എഴുന്നേറ്റത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെന്ന്. അതങ്ങനെയല്ല. ഒരു പോസിറ്റിവിറ്റിക്ക് ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. ഒരു രാത്രിക്കൊരു പകലുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു ഗുഡിനൊരു ബാഡുണ്ട്. നമ്മൾ നല്ലത് ചെയ്യുമ്പം ആ നല്ലതിനെ ഇല്ലാതാക്കാൻ ചീത്ത ശ്രമിക്കും.
അങ്ങനെ വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ, അപ്പോൾ നമ്മുടെ മനസ്സിടിഞ്ഞു പോവരുത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മളിത് ചെയ്തിരിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു അസുഖം വന്നാൽ ചിലപ്പോൾ രാത്രി ഉറങ്ങാതെ ഇരുന്ന് നമ്മൾ നേരം വെളുക്കുമ്പോഴൊന്ന് കണ്ണടയ്ക്കാൻ തുടങ്ങുമ്പോഴാവും 5 മണിയാവുന്നത്. പക്ഷേ നമ്മൾ അതിനെയൊക്കെ ദൃഢനിശ്ചയത്തോടു കൂടി മാറ്റി വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ദിവസം മുഴുവൻ നിങ്ങളിൽ പ്രതിഫലിച്ച് നിങ്ങളുടെ ജീവിതത്തെ അതിമനോഹരമാക്കി മാറ്റിത്തരും. വിശ്വാസപൂർവ്വം നിങ്ങളിതൊന്ന് ചെയ്താൽ മതി. ഇതിനകത്ത് ഞാൻ കുളിക്കണം എന്ന് നിർബന്ധിക്കുന്നില്ല, പൂജാമുറിയിൽ തന്നെ വിളക്ക് കൊളുത്തണമെന്നും നിർബന്ധിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ താല്പര്യം. പക്ഷേ നമ്മൾ വാരി വലിച്ച് ഒരുപാട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരൊറ്റ കാര്യം, ഒരു മന്ത്രം ചൊല്ലുക. അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഒരുപാട് മന്ത്രങ്ങൾ ഒരേ സമയം വാരി വലിച്ച് ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരൊറ്റ മന്ത്രം ഒരു കാലയളവ് വെച്ച്, ഒരു മണ്ഡലകാലം വെച്ച് ചൊല്ലിയാൽ അതിനുള്ള ഫലം നമുക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ഇതൊക്കെ ചെയ്യുമ്പം സമയം, സ്ഥലം ഇതൊക്കെ ഒരുപോലെ പാലിക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള ഫലവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇപ്പോൾ ഒരുപാട് പേർക്ക് പല പല സംശയങ്ങൾ വരുമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ പീരിയഡ്സ് ആവുന്നു, അത്യാവശ്യമായിട്ടൊരു യാത്ര വന്നു, ആ സമയത്ത് ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അതിനുള്ളൊരു ഉത്തരം തിരഞ്ഞെടുക്കണം. അതായത് ഇപ്പോൾ പീരിയഡ്സ് വന്നാൽ നമുക്ക് അത്രയും ദിവസം സ്കിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോഴും നമുക്ക് 5 മണിക്ക് എഴുന്നേക്കാം, ഫ്രഷ് ആവാം, എഴുതുന്ന കാര്യം എഴുതാം, ഫോണിൽ പ്ലേ ചെയ്ത് മന്ത്രം കേൾക്കുന്നത് കേൾക്കാം. ദീപം കൊളുത്തുന്നത് മാത്രമേ നമുക്കവിടെ സ്ട്രിക്റ്റ്ലി നമുക്ക് ഒഴിവാക്കേണ്ടി വരികയുള്ളൂ. ഈ പീരിയഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനുമുള്ള തടസ്സമല്ല. അവിടെ ആകെ തടസ്സം വരുന്നത് നമുക്ക് വിളക്ക് കൊളുത്താൻ പറ്റില്ല, ക്ഷേത്ര ദർശനം നടത്താൻ പറ്റില്ല. ഈശ്വരനെ വിളിക്കുന്നതിനോ ഈശ്വരൻ്റെ മന്ത്രങ്ങൾ ചൊല്ലുന്നതിനോ അത് കേൾക്കുന്നതിനോ ഒരു തടസ്സവും ഇല്ല എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. മനനം ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പം സ്ത്രീകളായിട്ടുള്ള നമ്മൾ ഇപ്പോൾ ചോദിക്കും, പുരുഷന്മാർക്ക് ഇത് പറ്റില്ല എന്ന്. പുരുഷന്മാർക്കും ചെയ്യാം. പക്ഷേ എന്തുകൊണ്ട് സ്ത്രീകളെ എടുത്തു പറയുന്നു? ഒരു വീടിൻ്റെ മഹാലക്ഷ്മി സ്ത്രീയാണ്. ആ സ്ത്രീ വിചാരിച്ചാൽ, ഒരു സ്ത്രീ നല്ലതാണെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെട്ടിരിക്കും, അത് ഉറപ്പാണ്. അതായത് നമ്മൾ കുറച്ച് ത്യാഗം സഹിച്ച് നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചാൽ ഒരു രാജ്ഞിയെപ്പോലെ ജീവിതകാലം മുഴുവൻ നമുക്ക് ജീവിക്കാനുള്ള അനുഗ്രഹം ഈശ്വരൻ തന്നിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ.